ചലഞ്ചാണ്. 1,00,000 രൂപ വരുമോ? അപ്പൊ അതെന്താണ് ജയിച്ചെടുക്കാം. ചില യാത്രകൾ പെട്ടെന്ന് തീരുമാനിക്കുന്നത് നല്ലത്, എന്നാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് റെഡി ആവുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രി 10 മണിയാകുമ്പോൾ നമ്മൾ മലയാറ്റൂർക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പ്രാവശ്യം കാത്തുമ്മനെ കൊണ്ടുപോകണില്ല കേട്ടോ. നമ്മൾ എല്ലാ പ്രാവശ്യം എവിടെ പോകുകയാണെങ്കിലും കാത്തുമ്മനെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. പക്ഷേ ഏട്ടന് വയ്യാത്തതുകൊണ്ടും എനിക്ക് കാത്തുവിൻ്റെ അടുത്ത് മല കയറാൻ പറ്റാത്തതുകൊണ്ടും ഞാൻ കാത്തുമ്മനെ കൊണ്ടുപോകണില്ല. പോരാത്തിന് ഞങ്ങൾ ബൈക്കുമ്മയും കൂടി ആട്ടാ പോകുന്നത്. അപ്പോൾ ബൈക്കും പോകുമ്പോൾ നല്ല മഴയും കാര്യങ്ങളും, അപ്പോൾ കാത്തുമ്മനെ കൊണ്ടുപോയി ശരിയാവില്ല, അവൾക്ക് വയ്യാതെയാവും. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് എത്തുമ്പോഴേക്കും നല്ല മഴ പെയ്ത് കുറച്ച് നേരം പോസ്റ്റ് ആവേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്താൽ കുറച്ചാണ്ട് എത്തിയപ്പോൾ ഞങ്ങൾ ചായ കുടിക്കേണ്ട കടയിൽ നിർത്തിയതാട്ടാ. അവിടെ നിർത്തിപ്പോൾ പിന്നെ ചായ എന്നുള്ള പ്ലാനൊക്കെ മാറിയിട്ട് ഏട്ടനും റജോനും ബൂസ്റ്റും എനിക്ക് ഷെയ്ക്കും മതി എന്ന് പറഞ്ഞു. ചായക്ക് കൂട്ടായിട്ട് മാഗിയും കൂടിയും മേടിക്കുന്നുണ്ട്, മാഗിയും കൂടിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ വർത്തമാനം പറയുന്നുണ്ട്, പിന്നെ ഓരോരോ വിശേഷങ്ങളും കാര്യങ്ങളും പറയുന്നുണ്ട്. ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ട് ബ്ലാക്ക് പെനി ഇട്ടോളെ, അവനോട് ഇട്ട് ഞങ്ങൾ 3 ബ്ലാക്ക് ആയേനെ. പക്ഷെ ഞാനും റജോ അറിയാതെ ഇട്ട് വന്നതാണ്, ഞങ്ങൾ 2 ബ്ലാക്ക് ആയിരുന്നു കേട്ടോ. പിന്നെ റജോ എവിടെ പോയാലും അവൻ്റെ വായന അവനൊരു കുറവില്ലല്ലോ. അവ അവിടെ ഉണ്ടാക്കണ ചെക്കനോട് ഓരോന്ന് ചോദിച്ചൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും എന്താ നമ്മൾ മാഗി എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഇരുന്ന് കഴിച്ച് നമ്മൾ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 12:45 എനിക്ക് നമ്മൾ മലയാറ്റൂർ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിൻ്റെ ശേഷം മല കയറാൻ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ അവർ രണ്ടാളും വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ മലയാറ്റൂർ മല കയറുകയാണ്. അയ്യോ, കുറച്ചങ്ങോട്ട് നടക്കുമ്പോഴേക്കും എനിക്ക് പറ്റാതെ, എനിക്ക് ഭയങ്കര കാലുവേനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വേദന. അവർക്കാണെങ്കിൽ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. എന്നെ കളിയാക്കിക്കൊണ്ട് നടക്കണോണ്ട് തന്നെ ഞാൻ മടി കുത്തി നടക്കണായിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവർ നടന്നത്. ഇരിക്കാതെ 14 സ്റ്റെപ്പ് കയറാൻ പറ്റുമോ? ഇല്ല, ചലഞ്ചാണ്. ഇരിക്കാതെ 1,00,000 രൂപ വരുമോ? അപ്പൊ അതെന്താണ് ജയിച്ചെടുക്കാം. എൻ്റെ ഒരൊറ്റ ഡയലോഗ് കൊണ്ട് പിന്നെ അവനെ കളിയാക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ 1 മണിക്കൂറാകുമ്പോഴേക്കും നമ്മൾ മല കയറിയിട്ട് നമ്മൾ പള്ളിയുടെ അടയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളവിടെ പോയിട്ട് പാറയുടെ അവിടെ കുറച്ചു നേരം കിടന്നു, ഒരു 1/2 മണിക്കൂർ. അവ ഇങ്ങനെ കിടക്കുന്നത് വേറെ ഒന്നും ഉണ്ടല്ല കേട്ടോ, അവിടെ മരത്തും നിറയെ മുള്ളായിരുന്നു. അതിന്മ കയറി പിടിച്ചിട്ട് വേദന കൊണ്ട് കിടക്കുന്ന കടുപ്പാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് എടുത്തതിൻ്റെ ശേഷം നമ്മൾ മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താഴത്തേക്ക് പോകുമ്പോൾ ഏട്ടനായിരുന്നു ബുദ്ധിമുട്ട്, കാരണം അവന് തീരെ നടക്കാൻ പറ്റുന്നില്ല കാലുവേദന കൊണ്ട് തന്നെ. എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഞാൻ എന്നിട്ട് ബനിയനും പാൻറ്റും അടിപൊളിയായിരുന്നു. ഇങ്ങനത്തെ യാത്രയ്ക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ അടിപൊളി പാൻറ്റും ബനിയനാണ്. അതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം. പിന്നെ നമ്മൾ മലയെല്ലാം ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും ബായ്.